പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയ ഒട്ടനവധി കുടുംബങ്ങൾ ഈ UAE-യിലുണ്ട്. കുടുംബജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ നേടി പ്രവാസ ലോകത്ത് ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുടുംബത്തെയാണ് ആവേ മരിയ മരിയൻ കുടുംബമായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിന്ന് അവരുടെ ഇടയിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, പെട്ടെന്ന് ഇങ്ങനെ ഈ സംഗീത ഉപകരണങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു മ്യൂസിക്കൽ സ്കൂളാണെന്ന്, ചിലപ്പോൾ തോന്നും ഇതൊരു മ്യൂസിക്കൽ സ്റ്റോറാണെന്ന് എന്നൊക്കെയല്ലേ. ഒരിക്കലല്ല കേട്ടോ. ഇത് UAE-ക്കകത്തെ ഏറ്റവും മികച്ച ഒരു സംഗീതജ്ഞൻ്റെ വീടാണ്. നിരവധി കൊയറുകൾ, ഗാനമേളകൾ ഒക്കെ ഇവിടെ പ്രാക്ടീസ് നടക്കാറുണ്ട്. ശ്രീ ആൻ്റണി ജോയ്, റാസഖൈമയിൽ ക്രിസ്തീയ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ആൻ്റണി ജോയ്. ആൻ്റണി ജോയ് എന്ന് പറയുമ്പോൾ പലരും ഇവിടെ റാസഖൈമയിലെ UAE-ക്കകത്ത് അറിയപ്പെടുന്നത് ജോയിച്ചൻ എന്നൊക്കെയാണ്. വലിയൊരു സംഗീതജ്ഞനാണ്, അതിലുപരി വലിയൊരു ബിസിനസ്മാനാണ്. തൻ്റെ കഠിന പ്രയത്നം കൊണ്ട്, നിരവധി കാലത്തിൻ്റെ ആ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായി ഇന്ന് UAE-ക്കകത്ത് അറിയപ്പെടുന്നത്. ശ്രീ ജോയ്, ആൻ്റണി ജോയിയുടെ കുടുംബമാണ് നമ്മളിന്ന് മരിയൻ കുടുംബമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ജോയിച്ചേ, ഈ UAE-ക്കകത്ത് എത്തിയിട്ട് എത്ര കാലമായി? 31 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ജുൽഫാർ എഞ്ചിനീയറിംഗ് ഒന്ന്, പിന്നെ ജൽഫാർ മെറ്റൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടൊന്ന്, പിന്നെ RAK ടയർ റീറ്റെയിലിംഗ് ഫാക്ടറി. ഈ ഇവിടെ വന്നപ്പോൾ ആദ്യം തുടങ്ങിയത് ഏതായിരുന്നു? ജുൽഫാർ എഞ്ചിനീയറിംഗ്. അതിൽ നിന്നാണ് പടിപടിയായിട്ടാണ് ഇങ്ങനെ ഓരോരോ ബിസിനസ്സാണ് ഇതൊക്കെ കെട്ടിപ്പിടിച്ചെടുത്തത്. അതെ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ബിനി. ബിനി, നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്റ്റ്, കുറവലങ്ങാട് കുറുപ്പന്തറയ്ക്ക് അടുത്തായിട്ട് കാഞ്ഞിരത്താനം എന്ന് പറയും. പ്രോപ്പർ കാഞ്ഞിരത്താനമാണ്. അവിടെ കുടുംബപ്പേര്? വീട്ടുപേര് പൂവക്കോട്ട്. അവിടെ അമ്മച്ചിയും അപ്പച്ചനൊക്കെ ഉണ്ട്? അവിടെ പാരൻസ് മാത്രമേ നാട്ടിലുള്ളൂ. ഞങ്ങൾ മക്കളെല്ലാവരും ഇവിടെ തന്നെയാണ്. മോൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് ബെൻ. മോൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഇവിടെ റാസൽ ഗമയിൽ തന്നെ. പഠിത്തത്തിലൂടെ അച്ഛൻ്റെ ബിസിനസ്സിനെ സഹായിക്കാറുണ്ടോ? ഞാൻ പഠിച്ചു വരുന്നു. ബിസിനസ് പഠിച്ചു വരുന്നു. മോളുടെ പേരെന്താ? ജെയിൻ. ജെയിൻ എന്ത് ചെയ്യുന്നു? ഞാൻ 12th പഠിക്കുന്നു. അപ്പോൾ ഈ സംഗീതമായിട്ടൊക്കെ ബന്ധമുണ്ടോ? ഉണ്ട്. പാടുമോ? പാടില്ല, ഓർഗനൊക്കെ വായിക്കും. ജോയിച്ചൻ നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ അടാട്ട് പഞ്ചായത്തിൽ പുറനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പച്ചനും അമ്മച്ചിയും? ഞങ്ങളുടെ വീട്ടിൻ പേര് അക്കരപ്പട്ടികൽ എന്ന് പറയും. അക്കരപ്പട്ടികൽ ദേവസി, അമ്മച്ചിയുടെ പേര് ത്രേസ്യ. ജോയിച്ചായ ബിസിനസ് സംഗീതം, അതുപോലെ ഞാൻ പലപ്പോഴും താങ്കൾ ചർച്ചിലെ കൊയറിലൊക്കെ പ്ലേ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച്, ചർച്ചിലായപ്പോഴും ഗാനമേളയിലൊക്കെ താങ്കൾ പ്ലേ ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? മെയിനായിട്ട് നമ്മൾക്ക് ആ സംഗീതത്തിനോടുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞത് റിലീഫാണ്. നമ്മളിപ്പോൾ ഈ ചൂട്ടത്ത് ഇവിടെയൊക്കെ പല സ്ഥലത്തുമായിട്ട് ജോലി ചെയ്ത് വരുമ്പോൾ ആ ടെൻഷനിൽ നിന്ന് ഒഴിവാകാനായിട്ട് സംഗീതം ആവശ്യമാണെന്ന എൻ്റെ പക്ഷം. എല്ലാവരും നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ആ ടെൻഷൻ കുറച്ച് ഒഴിവാക്കാൻ പറ്റുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ മെയിനായിട്ട് സംഗീതത്തിലേക്ക് വന്നത് തന്നെ വീട്ടിലുള്ള ആ ചെറിയ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പച്ചനും അമ്മയും സംബന്ധിച്ചിടത്തോളം മസ്റ്റാണ്. അപ്പോൾ തുടക്കത്തിലും അവസാനത്തിലും ഓരോ പാട്ട് പാടണം. അതിപ്പോൾ ഇപ്പോൾ ലീവിന് പോയാലത് അപ്പച്ചനും അമ്മയും മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. 88 വയസ്സിൽ അപ്പച്ചൻ മരിക്കുന്നത്. പക്ഷെ ആ സമയത്തും അതേ ആൾ പാട്ട് പാടും, കൂടെ നമ്മൾ കുട്ടികളെല്ലാവരും പാടണം. അല്ല, അതാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ക്രിസ്തീയ സംഗീതത്തിൽ കൂടുതൽ നമ്മൾ ഈ വീട്ടിലെത്തിക്കുന്ന നമ്മൾ ജപമാലയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പാട്ടിലോട്ട് എത്തപ്പെടുന്നത്. കുടുംബത്തോട് ഒത്തുചേർന്നിരുന്ന് നമ്മളിങ്ങനെ പാട്ടുകൾ പാടി കൊന്ത കഴിഞ്ഞാൽ ഒരു പാട്ട് പാടുക, അത് മരിയൻ ഗാനം കൂടെ ആകുമ്പോഴേക്കും നമ്മൾ ആസ്വദിച്ച് പാടും. ശരിക്കും നമ്മളെ മാതാപിതാക്കൾ അങ്ങനെ ഒരു മാർഗം കാട്ടിത്തരുന്നത് ഇപ്പോഴും നല്ലതാണ്. ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു ബാക്കി തീർച്ചയായിട്ടും എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. എനിക്ക് നിർബന്ധമാണ് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന അവിടെ ചെല്ലുക. പാട്ടും നിർബന്ധമാണ്. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ചെയ്യുക എന്നുള്ളതും ആഗ്രഹവും മിക്കവാറും ചെയ്യാറുമുണ്ട്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിട്ടായാലും ഒരു സംഗീതത്തിനെ സംബന്ധിച്ചിട്ടായാലും ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ വീട്ടിലെത്തുമ്പോൾ വീടിന് ഒരു നല്ലൊരു സമാധാനമായ ഒരു അന്തരീക്ഷം വേണം.
അത് നമ്മൾ കുടുംബിനികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് തന്നെയാണ് ആ നല്ലൊരു അന്തരീക്ഷം. അതുപോലെ തന്നെ മക്കൾ, നിങ്ങളുടെയൊക്കെ നല്ല സ്വഭാവങ്ങൾ, നല്ല രീതികൾ, ജീവിത രീതികൾ, അതൊക്കെ കണ്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു അന്തരീക്ഷം കൂടെ കാണുമ്പോഴേക്കും ബിസിനസ് എന്നുള്ള ടെൻഷനൊക്കെ താനേ മറക്കും, ഒരു നല്ലൊരു ഭർത്താവായിട്ട് മാറും. അതിനൊക്കെ സഹായമാകുന്നത് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ രീതി? ഞങ്ങൾ ദിവസവും സന്ധ്യാപ്രാർത്ഥന ദിവസവും ചൊല്ലാറുണ്ട്. അത് ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഞങ്ങൾ മുടക്കാറില്ല. പ്രാർത്ഥനയ്ക്ക് മുൻപും പ്രാർത്ഥനയ്ക്ക് ശേഷവും ഓരോ പാട്ട് പാടാറുണ്ട്. അതെ അതെ, അത് മാതാവിൻ്റെ ഒരു പാട്ട് പാടി ഞങ്ങൾ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന. അങ്ങനെയാണ് ഞങ്ങളുടെ പതിവ്. മക്കൾ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു മാതാവിൻ്റെ ഏതാ ഒരു പാട്ട് നിങ്ങൾ പാടുന്നത്? ഒരു പാട്ട് പാടി. ഞങ്ങൾ നല്ല പാട്ടുകാരൊന്നും അല്ല, എന്നാലും ഞങ്ങൾ നന്മ നേരും അമ്മ എന്നുള്ള പാട്ട് രണ്ടുപേരും പാടി. ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹം നേടിയ ഒരു കുടുംബമാണെന്നുള്ള ഇപ്പോൾ ഈ പാട്ടൊക്കെ പാടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിക്കും ഈ മാതാവിൻ്റെ ഈ പാതയിലേക്ക് താങ്കൾ നയിച്ചതാരാണ്? തീർച്ചയായിട്ടും അപ്പച്ചനും അമ്മയും തന്നെയാണ്. രണ്ടുപേർക്കും ഏകദേശം തുല്യ പങ്കാളിത്തമാണ്. പ്രത്യേകിച്ച് അപ്പച്ചനൊരു മിലിറ്ററിക്കാരനായിരുന്നു. 2 യുദ്ധം, ചൈന പാകിസ്ഥാനായിട്ടുള്ള 2 യുദ്ധങ്ങളിലും 3 യുദ്ധത്തിൽ ആൾ പങ്കെടുത്തിട്ടുണ്ട്. EMEയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കും പോകണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓർമ്മ വന്നതിന് ശേഷം ആൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ മാതാവിനെ വിളിച്ച് മാതാവിനെ മുൻനിർത്തി ആൾ ഇറങ്ങാറുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുള്ളൂ. ആൾക്ക് ആ പ്രൊട്ടക്ഷൻ എന്നും ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. അത് റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് പോലെ ആൾക്ക് മാതാവിനോടുള്ള ഭക്തി വളരെ പ്രകടമായ രീതിയിൽ പള്ളിയിലൊക്കെ അത് കൂടുതലാണ് എന്നാണ് ഞാനൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നത്. മാത്രമല്ല കന്യാസ്ത്രീകളൊക്കെ നിത്യസഹായ മാതാവ് എന്നൊരു വിളിപ്പേരും കൂടി ഇട്ടിരുന്നു അപ്പച്ചന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത്രയും മാതാവിൻ്റെ അനുഗ്രഹം നേടിയ ഒരു കുടുംബം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാതാവിൻ്റെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന മാതാവിൻ്റെ പ്രാർത്ഥന എനിക്കൊന്ന് കാണണം. ചോദിച്ചേ, ഈ ആവേ മരിയ എന്നുള്ളത് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് കൂടിയാണ്. നമ്മളെ TV ഷോയുടെ പ്രോഗ്രാം തന്നെ ആവേ മരിയ എന്നുള്ളതാണ്. അപ്പം ഈ ആവേ മരിയ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ ആയിട്ട് തോന്നി. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വളരെ പ്രത്യേകതയുള്ളതാണത്. ഇപ്പോഴത്തെ ഈ റിസിഷനൊക്കെ പോലെ തന്നെ 93-94 കാലഘട്ടത്തിലെ ഒരു റിസിഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അലുമിനിയം കമ്പനി ഉണ്ടായിരുന്നു ഷാർജയിൽ. ഒരു നല്ലൊരു രീതിയിലുള്ള പൊട്ടൽ, ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ പൊട്ടി ഫ്ലാറ്റാവാം എന്നൊരു ഉദാഹരണം ഞാനായിരുന്നു ആ സമയത്ത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോലീസിനെ പേടിച്ചിട്ടോ വേണമെങ്കിലും പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഞാൻ പള്ളിയിൽ വന്നിരിക്കുന്ന പതിവാണ്. ചില പേരുന്ന് കുറേ നേരം ഇരുന്ന് മനസ്സ് വിഷമിച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം വളരെ വിഷമിച്ച് കരച്ചിലിൻ്റെ പക്കത്തോളം എത്തിയിരിക്കുമ്പോൾ ഒരു ഗോവൻ ലേഡിയാണ് ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഉറക്കെ വായിക്കുന്നു. നിന്നെ രക്ഷിപ്പാതിരിപ്പാൻ മാത്രം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ ഇങ്ങനെ. എനിക്കത് കേട്ടപ്പോൾ പിന്നെ അത് എന്തുകൊണ്ടോ പള്ളി മുഴങ്ങുന്ന രീതിയിൽ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഈ ലേഡിയോടെ പുറത്ത് കാത്തു നിന്നു. ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പോയി. പിന്നെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ്, ഐ തിങ്ക് വൺ ഓഫ് എഡ്വിൻ, എന്നെ കണ്ട് സംസാരിച്ചു. എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞ ബിസിനസ്സിൽ ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്, അടുത്ത വഴി എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു, റാസഗിമിക്ക് തിരിച്ചു പോകാനും ഇവിടെയുള്ള ബിസിനസ്സുകൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ ബിസിനസ്സിൽ നിന്ന് പോയി പൈസ ബിസിനസ്സിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ആ ദിവസങ്ങളിലാണ് എനിക്ക് പള്ളിയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ളത്. ഞാൻ റാസഗിമിക്ക് പുറപ്പെടുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ജോയ് എന്നെ കണ്ടിട്ടേ പോകാവൂ, പള്ളി വരെ വന്നിട്ട് വേണം പോകാനായിട്ട്. കാലത്ത് 6:30 ഞാൻ വെള്ളിയാഴ്ച പുറപ്പെടുന്നു. അദ്ദേഹം 6:30 മണിക്ക് ഈ രൂപമായിട്ട് അവിടെ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 94 ആ രൂപമായിട്ടാണ്
ഞാനിവിടെ പ്രാസംഗിക്ക് തിരിച്ചു വന്നത്. അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് ഉയർച്ചയുടെ ഒരു പടവുകൾ കയറിയതായിരുന്നു. അപ്പോഴും അതാണ് പറയുന്നത്, മാതാവിൻ്റെ അനുഗ്രഹം, പ്രത്യേകിച്ച് ആവേ മരിയ എന്നുള്ളൊരു പേര് തന്നെ മാതാവെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ അനുഭവമാണത്. അപ്പോൾ എന്നും സ്തുതിക്കുന്നുണ്ട്. ചോദിച്ചായ അപ്പോൾ നമുക്ക് എന്തായാലും പരിസ്ഥിതിരാജിയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പരിസ്ഥിതിരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാതൃമേ ശരണമേ സ്വസ്തി. പ്രിയമുള്ളവരെ, ഇതാണ് മരിയൻ കുടുംബം, പരിസ്ഥിതിരാജിയുടെ അനുഗ്രഹങ്ങൾ നേടിയ കുടുംബം. നിങ്ങൾക്കും പരിസ്ഥിതിരാജിയുടെ ആ പരിസ്ഥിതി കന്യാമറിയത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടണ്ടേ? ആ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ലോക ജനതയ്ക്ക് ആകെ മറിയത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മറിയത്തിനെ സ്നേഹിക്കുക, മറിയത്തിനെ പുകഴ്ത്തുക, മറിയത്തിനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്നു. സസ്നേഹം സവിനയം ആവേ മരിയ.